മണ്ണും മനസ്സും കണ്ണും കാതും ജീവജലവും ജീവവായുവും ഒരു ബിന്ദുവിലേക്ക് ഏകീകരിച്ച് പ്രകൃതിയുടെ സ്പന്ദനങ്ങളെ തിരിച്ചറിഞ്ഞ് മരവും വനവും ജലവും ജലാശയങ്ങളും നമുക്ക് മാത്രമുള്ളതല്ലെന്ന് ബോധ്യമുൾക്കൊണ്ട് പ്രകൃതിയുടെ വരദാനങ്ങളെ കാത്തു സംരക്ഷിക്കാൻ നാം ഓരോരുത്തരും ബാധ്യസ്ഥരാണെന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ട് പ്രകൃതി സംരക്ഷണ സമ്മേളനം ഈ വരുന്ന ജൂലൈ 28 ലോക പ്രകൃതി ദിനത്തിൽ പ്രകൃതിയില്ലെങ്കിൽ നമ്മളില്ലെന്ന സത്യം ഉൾക്കൊണ്ട് ഭൂമിയുടെ സുരക്ഷിതവും ഭദ്രവുമായ ഒരു ഹരിത കേന്ദ്രമാക്കി മാറ്റി വരും തലമുറകൾക്ക് കൈമാറുന്നതിന് നമ്മൾ ഓരോരുത്തരും ബാധ്യസ്ഥരാണെന്ന് ഉച്ചസ്ഥരം ഉദ്ഘോഷിച്ചുകൊണ്ട് പ്രകൃതി സംരക്ഷണ സമ്മേളനം ഈ വരുന്ന ജൂലൈ 28 അരങ്ങേറുകയാണ്. മുഴുവൻ പ്രകൃതി സ്നേഹികളുടെയും മഹനീയ സാന്നിധ്യം ഞങ്ങൾ സഹർഷം സവിനയം ക്ഷണിക്കുകയാണ്, സ്വാഗതം ചെയ്യുകയാണ്. അസ്സലാമു അലൈക്കും. വിഷയം ഏക സിവിൽ കോഡിനെതിരെ പ്രതിഷേധ സംഗമം. വ്യത്യസ്ത ഭാഷ വർണ്ണ വൈജാത്യങ്ങൾ നിലനിൽക്കുന്ന നമ്മുടെ ഭാരതത്തിൻ്റെ ജനാധിപത്യ മതേതരത്വ ധ്വംസനത്തിന് ഹേതുവാകുന്ന ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ രാജ്യത്തുടനീളം ഉൽപ്പാദിപ്പിക്കാൻ കാരണമാകുന്ന ഏക സിവിൽ കോഡ് എന്ന കിരാതമായ ആശയം സമൂഹത്തിൽ നടപ്പാക്കാൻ അനുവദിക്കില്ലെന്ന് ഉച്ചസ്ഥിരം പ്രഖ്യാപിച്ചുകൊണ്ട് കാലത്തിൻ്റെ കാലോച്ചകൾക്ക് കാതോർത്ത് സമൂഹത്തിൽ സൗഹാർദ്ദവും സമുദായത്തിൽ ഉണർവും സാധ്യമാക്കി മുന്നേറുന്ന സയ്യിദന്മാരും പണ്ഡിതന്മാരും നേതൃത്വം നൽകുന്ന സത്യപാത സമസ്ത കേരള ജമിയത്തുൽ ഉലമ സംഘടിപ്പിക്കുന്ന ഏക സിവിൽ കോഡിനെതിരെ പ്രതിഷേധ സംഗമം ഈ വരുന്ന ജനുവരി 29/1/2024 കോഴിക്കോട് കടപ്പുറത്ത് സാമൂതിരിയുടെ മണ്ണിൽ സംഘടിപ്പിക്കുമ്പോൾ അതിലൊരു കണ്ണിയാവാൻ നിങ്ങളേവരെയും ഞങ്ങൾ ഹൃദ്യമായി ക്ഷണിക്കുകയാണ്, സ്വാഗതം ചെയ്യുകയാണ്. ഈ വരുന്ന ജനുവരി 29/1/2024 കോഴിക്കോട് കടപ്പുറത്ത് പ്രത്യേകം സജ്ജമാക്കിയ നഗരിയിലേക്ക്. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും. വിഷയം ഏക സിവിൽ കോഡിനെതിരെ പ്രതിഷേധ സമ്മേളനം. നമ്മുടെ രാജ്യത്തിൻ്റെ പാരമ്പര്യത്തിനുമേൽ അടിച്ചേൽപ്പിക്കലിൻ്റെ പുതിയ രീതി നടപ്പിലാക്കി കേന്ദ്രഭരണം നടപ്പിലാക്കാൻ പോകുന്ന ഏക സിവിൽ കോഡിനെതിരെ SKSSF സംഘടിപ്പിക്കുന്ന പ്രതിഷേധ സമ്മേളനം ജനുവരി 29 കോഴിക്കോട് കടപ്പുറത്ത് വെച്ച് അരങ്ങേറുമ്പോൾ നിങ്ങളേവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇന്ത്യൻ ഭരണഘടന നമുക്ക് അനുവദിച്ചു തന്നിട്ടുള്ള അവകാശങ്ങൾക്ക് മേൽ അധികാരത്തിൻ്റെ ഉങ്കും ദുർവിനിയോഗവും നടത്തി അടിച്ചേൽപ്പിക്കലിൻ്റെ പുതിയ മുഖവുമായി കടന്നെത്തുന്ന അധികാരിവർഗത്തിന് താക്കീതിൻ്റെ സ്വരമുയർത്തി മുസ്ലിം കൈരളിയുടെ ആധികാരിക മതപണ്ഡിത സഭയുടെ വിദ്യാർത്ഥി പടയണി ഐതിഹാസികമായ പ്രതിഷേധ സംഗമത്തിന് കോഴിക്കോട് കടപ്പുറം സാക്ഷിയാകുമ്പോൾ നിങ്ങളേവരെയും ഈ വരുന്ന ജനുവരി 29 കോഴിക്കോട് കടപ്പുറത്തേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കാനും സംസ്കാരത്തിലുതകുന്ന വസ്ത്രം ധരിക്കാനും ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കുവാനും ആ മതത്തിൽ അടിയുറച്ച് ജീവിക്കാനും നമ്മെ പഠിപ്പിച്ച ഇന്ത്യ, വിവിധ ജാതികളെയും മതങ്ങളെയും നൊന്തുപറ്റ ഇന്ത്യ, ഒരു അമ്മയുടെ മക്കളായി ജീവിച്ച് ഇന്ത്യ നാം എല്ലാം മാറ്റിമറിച്ച് ഒരു കോഡിലേക്ക് മാറ്റിയടിക്കാൻ ശ്രമിക്കുമ്പോൾ അരുതെന്ന് ഉറക്കെ പറയാൻ ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങൾക്ക് മേൽ കടന്നുകയറി നടപ്പിലാക്കാൻ പോകുന്ന ഏക സിവിൽ കോഡ് ഇന്ത്യയുടെ പാരമ്പര്യത്തിനും പൈതൃകത്തിനും ഉതകുന്നതല്ലെന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് ഇത് രാജ്യത്തിന് അപമാനമാണെന്നും ഉറക്കെ പറയാൻ ഒരു പൊതുസമൂഹത്തെ ഉത്ബുദ്ധരാക്കിക്കൊണ്ട് കിതപ്പറിയാതെ 3.5 പതിറ്റാണ്ടിൻ്റെ കുതിപ്പിൽ ചരിത്രം തീർത്ത് മുന്നേറുന്ന മുസ്ലിം കൈരളിയുടെ ആധികാരിക വിദ്യാർത്ഥി പടയണി SKSSF തീർക്കുന്ന ഏക സിവിൽ കോഡിനെതിരെ മഹാസമ്മേളനം ജനുവരി 29 കോഴിക്കോട് കടപ്പുറത്ത് വെച്ച് അരങ്ങേറുമ്പോൾ ആളും ആരവങ്ങളും ഏറെ കണ്ട കോഴിക്കോടിൻ്റെ മണ്ണിൽ മറ്റൊരു ചരിത്രം തീർക്കുന്ന മഹാസംഗമത്തിന് സാക്ഷികളാവാൻ മുഴുവൻ രാജ്യസ്നേഹികളെയും 29-ാം തീയതി കോഴിക്കോട് കടപ്പുറത്തേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും. രക്തദാനം ജീവദാനം.
ശ്രദ്ധേയപ്പെട്ടവരെ, ജീവകാരുണ്യ പ്രവർത്തന മേഖലകളിൽ നിറസാന്നിധ്യമായ സമസ്ത കേരള സുന്നി സ്റ്റുഡൻസ് ഫെഡറേഷൻ SKSSF അതിൻ്റെ സ്ഥാപക ദിനമായ ഫെബ്രുവരി 19 ദുബായ് SKSSF കമ്മിറ്റി മഹത്തായ ഒരു പദ്ധതിക്ക് തുടക്കം കുറിക്കുകയാണ്. രക്തദാനം ജീവദാനം. രക്തദാന ക്യാമ്പയിൻ്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം ഫെബ്രുവരി 19 ലത്തീഫിയ ഹോസ്പിറ്റൽ വെച്ചുകൊണ്ട് SKSSF നാഷണൽ പ്രസിഡന്റ് ബഹു ഷുഹൈബ് തങ്ങൾ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുകയാണ്. ഈ വേദിയിൽ ഒത്തുചേർന്ന മുഴുവൻ ആളുകളെ ക്ഷണിക്കട്ടെ, സഹർഷം സ്വാഗതം ചെയ്യട്ടെ. ശ്രദ്ധേയമുള്ളവരെ, ആർത്തുലച്ചു വരുന്ന അറബിക്കടലിന്റെ തിരമാലകളെ തന്റെ മഹനീയ കൈപ്പത്തികൾ കൊണ്ട് തടഞ്ഞു നിർത്തിയ മഹാനായ വരക്കൽ മുല്ലക്കോയത്തകളും തന്റെ ജീവിത കാലഘട്ടത്തിൽ കറാഹത്തിന്റെ കറപുരളാത്ത ഒരു കാലഘട്ടത്തിന്റെ ഇതിഹാസമായിരുന്ന റഹീസുൽ മുഹഖിഖീൻ കണ്ടീയത്ത് അഹമ്മദ് മുസ്ലിയാരും കോഴിക്കോട് പട്ടാളപ്പള്ളിയുടെ മിനാരങ്ങളിൽ സുബഹിന്റെ മന്ത്രധ്വനി വാനിലേക്ക് ഉയരുമ്പോൾ പരിശുദ്ധ ഭാഗ്യന്റെ ജവാബിന്റെ മാറ്റൽ വിളിച്ചുകൊണ്ട് ലോകത്തോട് വിട പറഞ്ഞ മഹാനായ ശംസുൽ ഉലമയും ആത്മീയതയുടെ ഉഹദ് പർവ്വതങ്ങൾ താണ്ടി പാണ്ഡിത്യത്തിന്റെ ആകാശങ്ങളിൽ വെള്ളി നക്ഷത്രമായി വിരിതിളകിയ പാങ്കിൽ ഉസ്താദൂരും പതിയും പറവണ്ണയും കഥ പറഞ്ഞെഴുകുന്ന കടലുണ്ടിപ്പുഴയുടെ സ്നേഹതീരത്ത് കുഞ്ഞളം കാറ്റിന്റെ ഇളം തെന്നലേറ്റ് പണക്കാട് മക്ബറകളിൽ അന്തിയുറങ്ങുന്ന സയ്യിദ് ഉമർ അലി ശിഹാബുദുകളും സയ്യിദ് മുഹമ്മദ് അലി ശിഹാബുദുകളും സയ്യിദ് ഹൈദർ അലി ശിഹാബുദുകളും തുടങ്ങി ഒട്ടനേകം മഹാരഥന്മാർ പ്രാർത്ഥിച്ചും പ്രവർത്തിച്ചും പടുത്തുയർത്തിയ ലോക പരമോന്നത പണ്ഡിത സഭ കാലത്തിന്റെ കാലച്ചകൾ കേൾക്കാതെ ഐതിഹാസികമായ 100 വർഷങ്ങൾ പിന്നിട്ട് പ്രൗഢോജ്വലമായി മുന്നോട്ട് ഗമിക്കുമ്പോൾ അതിന്റെ അച്ചടക്കമുള്ള വിദ്യാർത്ഥി പടയണി സമസ്ത കേരള സുന്നി സ്റ്റുഡൻസ് ഫെഡറേഷൻ പുതിയ ഒരു ചരിത്ര ഉദ്യമത്തിന് തുടക്കം കുറിക്കുകയായി. SKSSFന്റെ സ്ഥാപക ദിനമായ ഫെബ്രുവരി 19 രക്തദാനം ജീവദാനം എന്ന മഹത്തായ ക്യാമ്പയിന്റെ ഉദ്ഘാടന കർമ്മം ലത്തീഫിയ ഹോസ്പിറ്റലിൽ വെച്ചുകൊണ്ട് SKSSF നാഷണൽ പ്രസിഡന്റ് ബഹു ഷുഹൈബ് തങ്ങൾ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നു. ഈ വേദിയിൽ ഒത്തുചേർന്ന മുഴുവൻ ആളുകളെ ക്ഷണിക്കട്ടെ, സഹർഷം സ്വാഗതം ചെയ്യട്ടെ. നമസ്കാരം. പ്രകൃതി സംരക്ഷണ സമ്മേളനം ജൂൺ 5 ദുബായ് അലയിൽ വെച്ച് നടക്കുമ്പോൾ പ്രകൃതി നമുക്ക് ദൈവം തന്ന വരദാനമാണെന്നും ഓരോരുത്തരുടെയും കർത്തവ്യവുമായത് പ്രകൃതിയെ സംരക്ഷിക്കുക എന്നതും നാം മനസ്സിലാക്കി ജീവിക്കേണ്ട കാലഘട്ടം അതിക്രമിക്കുകയാണ്. പ്രകൃതിയെ നിലനിർത്തുന്നതിന് വേണ്ടി വനങ്ങൾ സുപ്രധാനമായ പങ്കുവഹിക്കുന്നുണ്ട്. വനങ്ങൾ നമ്മുടെ ദേശീയ സമ്പത്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് സമസ്ത കേരള സുന്നി സ്റ്റുഡൻറ് ഫെഡറേഷൻ നാഷണൽ കമ്മിറ്റിയുടെ കീഴിൽ വ്യത്യസ്തമായ പരിപാടികളോട് ആസൂത്രണം ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനമായ ലോക പരിസ്ഥിതി ദിനമായ ജൂൺ 5 നാഷണൽ കമ്മിറ്റിയുടെ കീഴിൽ നടത്തുന്ന പരിസ്ഥിതി സമ്മേളനം നടക്കുകയാണ്. ജൂൺ 5 ദുബായ് അലയിൽ വെച്ച് പ്രസ്തുത പരിപാടിയുടെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത് UAE വനം വകുപ്പ് മന്ത്രിയായ മർഹൂം ബിന്ദ് മുഹമ്മദ് അൽമേരിയാണ്. പ്രസ്തുത പരിപാടിയിലേക്ക് നമ്മുടെ ക്ഷണം സ്വീകരിച്ചെത്തുന്നത് മുഖ്യ അതിഥിയായിക്കൊണ്ട് കേരള വനം വകുപ്പ് മന്ത്രിയും നാം അറിയുന്ന എല്ലാവരും K ശശീന്ദ്രൻ അവറുകളാണ്. ഈ പരിപാടിയുടെ ഭാഗമാകുവാൻ ഈ നാട്ടിലെ എല്ലാവരെയും സഹർഷം സ്വാഗതം ചെയ്യുകയാണ്, ക്ഷണിക്കുകയാണ്. കാലപ്രവഹത്തിൻ്റെ വിപ്ലവ വീതികളിൽ സാമൂഹിക സാംസ്കാരിക വിദ്യാഭ്യാസത്തിന് അതിരുകളില്ലാത്ത മനുഷ്യ സ്നേഹത്തിൻ്റെ ശുദ്ധജല പ്രവാഹം കൊണ്ട് നിർവീര്യമാക്കിക്കൊണ്ട് ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും നേർവഴിയുടെയും ഒരുപാട് മുന്നോട്ട് പോകുന്ന അജയ്യമായ പ്രസ്ഥാനം, അതെ, സമസ്ത കേരള സുന്നി സ്റ്റുഡൻറ് ഫെഡറേഷൻ അണിയിച്ചൊരുക്കുന്ന പരിസ്ഥിതി സമ്മേളനത്തിലേക്ക് ഈ നാട്ടിലെ മുഴുവൻ നല്ലവരായ ആളുകളെയും സഹർഷം സവനീയം സ്വാഗതം ചെയ്യുകയാണ്, ക്ഷണിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വിഷയം രക്തദാനം ജീവദാനം ക്യാമ്പയിൻ ഉദ്ഘാടനം. രക്തദാനം ജീവദാനം എന്ന പ്രമേയത്തിൽ വിശുദ്ധ വഴിയിലെ വരദാനമായ വരക്കൽ തങ്ങൾ വിത്തുപാകി പാണ്ഡിത്യ ശോഭയിൽ പരശതങ്ങൾക്ക് പവിത്രപാത പരിചയപ്പെടുത്തിയ പാങ്ങിൽ ഉസ്താദും കൽബിൽ കളങ്കമില്ലാത്ത കണ്ണിയത്ത് ഉസ്താദും കാരുണ്യവാനോട് കരഞ്ഞു പറഞ്ഞ് കനിവ് തേടിത്തന്ന
സൂര്യനായി ജ്വലിച്ച ശംസുൽ ഉലമയും സുഹൃതങ്ങൾ രചിച്ച റഈസുൽ ഉലമയും വിസ്മയം വിധാനിച്ച റസൈനുൽ ഉലമയും ഇൽമിൽ മികച്ച മുഹഖിഖുൽ ഉലമയും നേതൃത്വം തന്നു. അഹ്ലുബൈത്തിലെ അനുഗ്രഹീത നിധികൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച് സത്യമതത്തിന്റെ സൽവഴിയെ സഞ്ചരിക്കുന്ന സംഘശക്തി, ഇസ്ലാമിക കേരളത്തിലെ പ്രജ്വലിക്കുന്ന പണ്ഡിത സഭ, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ വൈജ്ഞാനിക വിപ്ലവത്തിലൂടെ വിനയത്തിന്റെ തേരിലേറി സേവന പാതയിൽ മുന്നേറിക്കൊണ്ടിരിക്കുന്ന സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ വിദ്യാർത്ഥി പടയണി SKSSF, അതെ SKSSF കോഴിക്കോട് ജില്ലാ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന രക്തദാന ക്യാമ്പയിൻ രക്തത്തേക്കാൾ വലിയ ദാനമില്ല എന്ന ഓർമ്മപ്പെടുത്തലുമായി 2024 ജൂൺ 14 ശനിയാഴ്ച കാലത്ത് 10 മണിക്ക് അൽ അമീൻ ഓഡിറ്റോറിയത്തിൽ വെച്ച് സംഘടിപ്പിക്കുന്നു. ക്യാമ്പയിനിന്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം ദേശത്തിന്റെ അശാന്തമായ വർത്തമാന കാല നോവുകൾക്ക് മുമ്പിൽ ഒരു ചെറുപുഞ്ചിരിയാൽ സമാശ്വാസത്തിന്റെ തളിനീർ കുളിർമ പകരുന്ന ഉമ്മത്തിന്റെ ആദർശ നൗകയെ പ്രതീക്ഷയുടെ പായ കെട്ടി തിരമാലകൾ മുറിച്ച് കടത്തുന്ന കപ്പിത്താൻ, യമനി പാരമ്പര്യത്തിന്റെ പിന്തുടർച്ചാവകാശി, പ്രവാചക പാരമ്പര്യത്തിന്റെ പ്രൗഢം മുദ്ര ചാർത്തിയ നേതൃഗരിവ, ഏത് കൊടുങ്കാട്ടിലും ആടിയുലയാത്ത പൈമരത്തൂണ് പോലെ ആദർശ വൈരികളുടെ വികണ്ഠവാദങ്ങൾ അഹ്ലുസുന്നയുടെ ആദർശ പങ്കായം കയ്യിലേന്തി തിരമാലകളെ മുറിച്ച് കടത്തുന്ന നായകൻ, സുലൂക്കിന്റെ തീരം തേടി നമ്മെ മുന്നോട്ട് നയിക്കുന്ന അഭിവന്ദ്യ നായകൻ സയ്യിദുൽ ഉലമ സയ്യിദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ക്യാമ്പയിനിന്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നു. ഏവരെയും സഹർഷം സവിനയം സ്വാഗതം ചെയ്യുന്നു, ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ളവരെ, കിതപ്പറിയാത്ത 3.5 പതിറ്റാണ്ടിന്റെ കുതിപ്പിൽ ചരിത്രം തീർത്ത് മുന്നോട്ട് ഗമിക്കുന്ന മുസ്ലിം കൈരളിയുടെ വിദ്യാർത്ഥി പടയണി സമസ്ത കേരള സുന്നി സ്റ്റുഡന്റ് ഫെഡറേഷൻ SKSFന്റെ 35ാം വാർഷിക മഹാസമ്മേളനത്തോടനുബന്ധിച്ച് കാലിക പ്രസക്തമായ പ്രമേയത്തെ ഉയർത്തിപ്പിടിച്ച് സിയോണിസ്റ്റ് ഭീകരരുടെ ഭീകര മർദ്ദനങ്ങൾക്ക് ഇരയാകുന്ന ഫലസ്തീൻ ജനതയോടും സംഘിഭീകരുടെ നരനായാട്ടിന് ബലി നൽകപ്പെടുന്ന ന്യൂനപക്ഷങ്ങളോടും ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് 2024 ഫെബ്രുവരി 26 മനുഷ്യാവകാശ സംരക്ഷണ മഹാസമ്മേളനം കോഴിക്കോട് കടപ്പുറത്ത് പ്രത്യേകം സജ്ജമാക്കിയ അൽഗാസ നഗരിയിൽ പ്രൗഢമാവുകയാണ്. ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. പിന്നിട്ട വഴികളിൽ ചരിത്ര നേട്ടം സൃഷ്ടിച്ച് 35 വർഷം പൂർത്തീകരിക്കുമ്പോൾ പറയേണ്ടത് പറയേണ്ടിടങ്ങളിൽ പറയേണ്ട സമയത്ത് പറഞ്ഞും, തിരുത്തേണ്ടത് തിരുത്തിയും തിരുത്തിക്കേണ്ടത് തിരുത്തിച്ചും നിലപാടിലും ആദർശത്തിലും വ്യതിചലിക്കാതെ വിദ്യാർത്ഥി യൗവനത്തെ നേരിന്റെ പാതയിൽ വഴി നടത്തുന്ന പടയണി മത സാമൂഹിക സാംസ്കാരിക വിദ്യാഭ്യാസ ജീവകാരുണ്യ മനുഷ്യാവകാശ സംരക്ഷണ മേഖലയിൽ കയ്യൊപ്പ് ചാർത്തുന്ന ചരിത്രേതിഹാസങ്ങളുടെ രണസ്മരണകൾ തുടികൊട്ടുന്ന കോഴിക്കോട്ടെ അൽഗാസ നഗരിയിൽ കേരള സമ്മേളനങ്ങൾക്കിടയിൽ പുതുചരിതം രചിക്കാൻ സമസ്ത കേരള സുന്നി സ്റ്റുഡന്റ് ഫെഡറേഷൻ മനുഷ്യാവകാശം ജന്മാവകാശം എന്ന പ്രമേയത്തെ ഉയർത്തിപ്പിടിച്ച് നടത്തുന്ന മനുഷ്യാവകാശ ഐതിഹാസിക മഹാസമ്മേളനത്തിൽ ഒരു കണ്ണിയാവാൻ നിങ്ങളെവരെയും ഞങ്ങൾ ഹൃദയപൂർവ്വം കോഴിക്കോട് അൽഗാസ നഗരിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു, ക്ഷണിക്കുന്നു. പ്രിയമുള്ളവരെ,